നോക്കാൻ പോകുന്നത് യൂസർ ഓതൻറ്റിക്കേഷനാണ്. ഓതൻറ്റിക്കേഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്കിപ്പോൾ ഒരു യൂസർ എന്ന് പറയുന്നത് ഇപ്പം വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുവാണ്. അങ്ങനെ ഒരു യൂസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. യൂസർ ഓതൻറ്റിക്കേഷൻ എന്താ, നമുക്കിപ്പോൾ ഒരു യൂസർ ഇപ്പം ഓൾറെഡി രജിസ്റ്റേർഡ് ആണോ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ഒരു യൂസർ ഉണ്ടോ, അത് നമുക്കൊരു പെർമിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സൈറ്റിൽ നമ്മൾ ബാങ്കിലും എല്ലാ യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമേ നമുക്ക് ലോഗിനകത്തുനിന്ന് തുടങ്ങാം. ഇപ്പം ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലോഗിൻ്റെ വ്യൂസിൽ വരിക. വ്യൂസിൽ ഫംഗ്ഷനിൽ വന്നതിന് ശേഷം ഇപ്പം ഓൾറെഡി നമ്മൾ എല്ലാ ഫോമും എല്ലാം ക്രിയേറ്റ് ചെയ്ത് കേർഡ് ഓപ്പറേഷൻ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു യൂസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമ്മൾ ഇനി ചെക്ക് ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ഔട്ട്പുട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് അപ്പോഴും നമ്മളിവിടെ /login എന്ന് കൊടുക്കുന്നു. അപ്പോൾ അത് ലോഗിൻ പേജിലോട്ട് പോകുന്നു. ഇനി നമ്മളിപ്പം അവിടുന്ന് ഹോം പേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഹോം പേജിലോട്ട് പോകുന്നു. നമുക്ക് തിരിച്ച് വേണമെന്നുണ്ടെങ്കിലും URL കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഫോം എന്ന് പറയുന്നത് നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ URL ഇവിടെ നെയിം കൊടുക്കുമ്പോൾ ഇപ്പോൾ ലോഗിൻ കൊടുക്കുന്ന ഒരാൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. ആ ആൾ ലോഗിൻ ചെയ്ത് പോയിട്ട് തിരിച്ച് ആ ആൾ പിന്നെയും രജിസ്റ്റർ പേജിലോട്ട് വരരുത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഓൾറെഡി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെ ഹോം പേജ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേജിലോട്ടല്ലേ നമ്മൾ പോകത്തുള്ളൂ. അല്ലാതെ തിരിച്ച് പിന്നെയും രജിസ്റ്റർ പേജിൽ നമ്മൾ വരില്ല. അങ്ങനെ വരുന്ന കണ്ടീഷൻ എപ്പോഴായിരിക്കും, നമ്മൾ ലോഗൗട്ട് ചെയ്യുന്ന കണ്ടീഷനിൽ മാത്രം. ഇപ്പം നമ്മൾ പുതിയൊരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത ഹോം പേജിലോട്ടായിരിക്കും പോകുന്നത്. പിന്നെ നമ്മൾ ലോഗൗട്ട് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനിൽ മാത്രമേ തിരിച്ച് ലോഗിൻ പേജിലോട്ട് വരാവൂ. അല്ലാതെ നമുക്ക് URL ചേഞ്ച് വരുത്തിയിട്ട് വരുന്നത് നമ്മളവിടെ ഓതൻറ്റിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് ഓതൻറ്റിക്കേഷൻ എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ സൈറ്റ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ബാക്ക് അടിക്കുമ്പോഴെല്ലാം അത് ഓതൻറ്റിക്കേറ്റ് അല്ലാത്തതുകൊണ്ട് ബാക്ക് പേജിലോട്ട് വരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ലോഗിൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് വന്നതിന് ശേഷം ഇപ്പം നമ്മൾ റിക്വസ്റ്റ് മെത്തേഡ് പോസ്റ്റ് ആണെന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തു. നമ്മളവിടെ ഫീൽഡ് എൻട്രി ചെയ്യുന്നതെല്ലാം പാസ്വേഡും നെയിമും എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഒബ്ജക്റ്റ് ഇപ്പം നമ്മൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിളിൽ പോയി നെയിമും പാസ്വേഡും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒബ്ജക്ട്സിന് ഗെറ്റ് ചെയ്താൽ മാത്രം ലോഗിൻ പേജിലോട്ട് പോവുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എറർ അടിച്ച് നിൽക്കത്തേ ഉള്ളൂ നമുക്കിപ്പോൾ അവിടെ. അപ്പം നമുക്ക് ആ ഒരു കണ്ടീഷൻ, നമുക്ക് ആ ഒരു എറേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്യണം. ഇപ്പം നമ്മളിപ്പോൾ ഓൾറെഡി ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരാൾ ഇവിടെ ലോഗിനിൽ കൊടുക്കുമ്പോൾ ആ ആൾ ഹോം പേജിൽ പോകും. അല്ലാതെ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എറർ അടിച്ച് നിൽക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇപ്പം നമ്മളിവിടെ ഒരു വേരിയബിളിലോട്ട് യൂസർ എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് നമ്മൾ ഒബ്ജക്ട്സിനെ ഗെറ്റ് ചെയ്യല്ല ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഗെറ്റ് ചെയ്തെടുക്കണ്ട, ഫിൽറ്റർ ചെയ്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആളെ ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് അത് നമ്മളൊരു യൂസർ എന്ന് പറഞ്ഞ വേരിയബിളിൽ കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കണ്ടീഷൻ ഇഫ് വെച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഇഫ് യൂസർ അങ്ങനൊരു യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് സെഷൻ വെച്ചിട്ട് ആ ഒരു യൂസറിൻ്റെ സെഷൻ നമുക്ക് വേണം. സെഷൻ എന്താണ്, കുക്കീസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഇതാണ് നമ്മൾ സെക്ഷൻ കുക്കീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആളുടെ ഡീറ്റെയിൽസ് എല്ലാ സെഷനിൽ പോയി സ്റ്റോർ ആകുമ്പോഴത്തേക്കും അവിടുന്നൊരു സെഷൻ ID കുക്കിയിൽ വന്ന് സ്റ്റോർ ആവുന്നുണ്ട്. പിന്നെ ഈ ഒരു IDയുടെ ബേസിക്കിലായിരിക്കും പിന്നെ ഒരാൾ കയറുമ്പോഴത്തേക്കും അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ സെർവറിൽ പോയി ചെക്ക് ചെയ്തിട്ട് അവിടെ ഒരു കുക്കി ഉണ്ടെന്നുണ്ടെങ്കിലാണ് ക്ലയൻറ്റിന് റെസ്പോൺസ് ഒക്കെ പോയി ആ ക്ലയൻറ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്ത് കയറാൻ പറ്റുന്നത്. അപ്പം എന്താണ് സെഷൻ, എന്താണ് കുക്കി എന്നറിയാലോ. നമുക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സെഷനും കുക്കീസൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സെഷനും കുക്കിയും വെച്ച് ഓതൻറ്റിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരാൾ രജിസ്റ്റർ ചെയ്ത ആളാണ് ലോഗിൻ ചെയ്ത് കയറുന്നതെന്നുണ്ടെങ്കിൽ ആ ആളുടെ സെഷൻ നമ്മൾ
സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. സെഷൻ ഓഫ് നമുക്ക് ഫസ്റ്റ് വേണ്ട എന്താ, ആ ആളുടെ ID ആണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് ആ യൂസർ, ആ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ആളുടെ, ഇപ്പം ഒരുപാട് പേരുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിനകത്ത് ഫസ്റ്റ് വരുന്ന ആളാണ്, അതാണ് ഈ ബ്രാക്കറ്റിൽ നമ്മൾ 0 കൊടുക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വരുന്ന ആളെയാണ് ഫിൽട്ടർ ചെയ്തെടുത്ത് ആ ആളുടെ ID ആണ് നമ്മൾ സെഷനിൽ റിക്വസ്റ്റ് ഡോട്ട് സെക്ഷൻ ഓഫ് IDക്കകത്ത് ആ ഒരു യൂസറിൻ്റെ ID നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതേപോലെ അടുത്തതായിട്ട് ആ ആളുടെ നെയിം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നെയിം സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. ഇനി ഇപ്പം നമ്മൾ അങ്ങനെ ഒരു യൂസറിനെ ഫിൽട്ടർ ചെയ്തെടുത്തു, ആ ഒരു യൂസർ ഉണ്ടെങ്കിൽ ആളുടെ ID നെയിമും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എങ്ങോട്ട് പോകണം, റിട്ടേൺ റീഡയറക്റ്റ് ടു ഹോം പേജിലോട്ട് പോകണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നമുക്കതിന് മുന്നേ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോംസ് ഒക്കെ എടുത്ത് കമൻറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഫോമൊക്കെ നമ്മൾ നേരത്തെ ഇൻബിൽട്ടായിട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഫോമൊക്കെ മതി. അതുപോലെ വ്യൂസിൽ വന്നിട്ട് ഓക്കെ, ഇപ്പം നമ്മൾ അങ്ങനെ ഒരാൾ ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകണം, ഹോം പേജിലോട്ട് പോകണം. അല്ലാതെ ഒരു കണ്ടീഷൻ വരുത്തില്ലേ, ഇപ്പോൾ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല, അങ്ങനെ ഒരാൾ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകണം, തിരിച്ച് നമുക്ക് അത് എറർ കാണിക്കണം, ഇൻവാലിഡ് യൂസർ ആണെന്നുള്ളത്. അപ്പം നമുക്ക് അവിടെ ഒരു റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, റിട്ടേൺ HTTP റെസ്പോൺസ് ഓഫ് ഡബിൾ കോഡ്സിലെ ഇൻവാലിഡ് യൂസർ ആണെന്നുള്ളത് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ലോഗിനകത്ത് ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്തു, മെത്തേഡ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നെയിമും പാസ്വേഡും എല്ലാം വാങ്ങിച്ചതിന് ശേഷം അങ്ങനെ ഒരാൾ രജിസ്റ്ററിന് ടേബിളിലുണ്ടോ നോക്കി, ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ IDയും നെയിമും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് റീഡയറക്റ്റ് ചെയ്തു ഹോമിലോട്ട്. ഇല്ലാത്ത കണ്ടീഷനാണെങ്കിൽ ഇൻവാലിഡ് യൂസർ ആണെന്ന് പറയുന്നു. ഇനി അങ്ങനെ ഒരാളല്ല കയറിയെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ലോഗിൻ പേജിൽ തന്നെ സ്റ്റേ ചെയ്യുന്നു. ഓക്കെ, അടുത്ത ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത്, രജിസ്റ്റർ പേജിൽ നമുക്ക് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ പേജിൽ പോകണ്ടല്ലോ, ഡയറക്റ്റ് ലോഗിൻ പേജ് നമ്മളെ ഹോം പേജിൽ പോയാൽ മതി. അപ്പോൾ അവിടെ നമ്മളൊരു ട്രൈ എക്സെപ്റ്റ് കോൺസെപ്റ്റാണ് കൊടുക്കുന്നത്. ട്രൈ എന്താ നമ്മൾ ട്രൈ ചെയ്യുന്നത് അങ്ങനെ. അപ്പോൾ നമ്മൾ നമ്മൾ ആ ഒരു ID സെഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ID ഉണ്ടോ എന്നുള്ളത് നമ്മളിവിടെ ചെക്ക് ചെയ്യുവാണ്. റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഓഫ് ID അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, റിട്ടേൺ റീഡയറക്റ്റ് ടു ഹോം പേജ്, ഹോം പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യണം. എൽസ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളില്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണം, എൽസ് അല്ല എക്സെപ്റ്റ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാസ് ചെയ്ത് പോവുക. പാസ് ചെയ്യുമ്പോൾ എന്താ, അങ്ങനെ ഒരാളില്ല, അപ്പം ആളുടെ ഡീറ്റെയിൽസ് എടുത്തു സേവ് ചെയ്താൽ ലോഗിൻ പേജിലോട്ട് പോകുന്നു. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യുന്നത്, ഒരാൾ രജിസ്റ്റർ ചെയ്തു ലോഗിൻ ചെയ്തു തിരിച്ച് അയാൾക്ക് ഹോം പേജിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ലോഗൗട്ട് സെഷൻ കൂടെ വെക്കണം അല്ലേ. അപ്പം നമുക്ക് ലോഗൗട്ടിൻ്റെ ഒരു ഫങ്ഷൻ എഴുതാം. ലോഗൗട്ട് ഓഫ് റിക്വസ്റ്റ് ലോഗൗട്ട് ഓഫ് റിക്വസ്റ്റ്. ഇവിടെ നമ്മൾ ട്രൈ ചെയ്യുവാണ്. എന്തോ ട്രൈ ചെയ്യുന്നത്, ലോഗൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ആരാണോ ഇപ്പോൾ ലോഗിൻ ആയിരിക്കുന്നത് ആളുടെ സെഷനെല്ലാം ലോഗൗട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പോകണം എന്നുള്ളത്. ലോഗൗട്ട് ചെയ്യുമ്പോൾ പിന്നെ ആൾക്ക് ലോഗിൻ ചെയ്യാതെ എൻ്റർ ചെയ്യാൻ പറ്റില്ല. എക്സെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ
ലോഗൗട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പാസ് ചെയ്ത് പോവുക. അതേപോലെ നമുക്ക് ID മാത്രം പോരല്ലോ, നമുക്ക് നെയിമും ഡിലീറ്റ് ആയി പോകണം. എക്സെപ്റ്റ് എന്ത് എക്സെപ്റ്റ് ചെയ്യണം? പാസ് ചെയ്യുക. നമുക്ക് ഇനി ലോഗൗട്ട് ആയാൽ ഇവിടെ നിൽക്കണം. റിട്ടേൺ റീഡയറക്റ്റ് ടു ലോഗിൻ പേജ്. ലോഗിൻ പേജിലോട്ട് പോകണം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ലോഗൗട്ടിനൊരു URL ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മളുടെ ഹോം പേജിലാണ് നമുക്ക് എന്താണ് ഇപ്പോൾ ആരാണ് കയറുന്നത്, അല്ലെങ്കിൽ ലോഗൗട്ടിൻ്റെ നമുക്ക് കയറിയാലും ലോഗൗട്ടിന് ഞാനൊരു ടാഗിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ട് പോകണം? ലോഗൗട്ടിൻ്റെ ആ ഒരു ഫംഗ്ഷൻ URL പോയിട്ട് ഫംഗ്ഷനിലോട്ട് പോയിട്ട് നമുക്ക് ആ ആളുടെ സെഷനും ID എല്ലാം ഡിലീറ്റ് ആയി പോകണം. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്തായിരിക്കും ഇപ്പോൾ ഔട്ട്പുട്ട് വരുന്നത്, എന്തെങ്കിലും എറേഴ്സ് അങ്ങനെ ഉണ്ടോയെന്ന്. ഓക്കെ, ഇതാ നമ്മളുടെ രജിസ്ട്രേഷൻ ഫോം. അപ്പം നമുക്കൊരാളെ രജിസ്റ്റർ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ രജിസ്റ്റർ ചെയ്തു. അതെ, ഒരാളെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ആ ഒരാൾ രജിസ്റ്റേർഡ് ആയപ്പോഴത്തേക്ക് ലോഗിൻ പേജിലോട്ട് റീഡയറക്റ്റ് ആയി. അപ്പം ഇവിടെ കൊടുത്ത നെയിമും പാസ്വേഡും കൊടുക്കുന്നു. സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ഹോം പേജിലോട്ട് പോയി. ഇനി ഞാനിവിടെ ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടെ പോകണം? ലോഗിനിൽ പോകണം. ലോഗിനിലോട്ട് പോയി. ഇപ്പം നമുക്കെന്താ അവിടെ ഓതൻറ്റിക്കേഷനായി. ഞാൻ ഇനി ഇവിടെ നേരത്തെ ചെയ്ത പോലെ ഓതൻറ്റിക്കേറ്റ് ആയോ എന്നറിയാൻ വേണ്ടി ഹോം അടിച്ചു കൊടുക്കുന്നു. ഹോമിലോട്ട് പോകുന്നു. ഇവിടുന്ന് ലോഗിൻ കൊടുക്കുന്നു. ലോഗിനോട്ട് വരുന്നു. അപ്പം നമുക്കത് കറക്റ്റായിട്ടില്ല, നമുക്കിനിയും അതിനകത്ത് ചെയ്യാനുണ്ട്. നമുക്കിനി നമ്മളുടെ HTML പേജിൽ പോവാം. നമുക്ക് ഒരാൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഹോം പേജിൽ നമുക്ക് ആരെയാണ് രജിസ്റ്റർ വന്നതെന്നുള്ളത് കാണണം അല്ലേ. അപ്പം ഞാനിവിടെ ഒരു H1 ടാഗ് കൊടുക്കുകയാണ്. H1 ടാഗിൽ ആ സെഷനെ എല്ലാം വിളിക്കുവാണ്. റിക്വസ്റ്റ് ഡോട്ട് നമ്മളിപ്പം ലോഗിൻ ചെയ്തപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ID നെയിമും എല്ലാം. അപ്പം ആരാണ് കയറുന്നതെന്നുള്ളത് നമുക്ക് അറിയണം. അങ്ങനെ നമ്മൾ നെയിം കൊടുത്തു, ഇവിടെ ID കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഡേറ്റാബേസ് ഒന്ന് ക്ലിയർ ചെയ്യാം. എന്നിട്ട് ആദ്യം തൊട്ടൊന്നും കൂടെ ചെയ്ത് നോക്കാം. അപ്പം നമ്മളുടെ ഡേറ്റാബേസ് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് രജിസ്റ്റർ പേജിലോട്ട് പോവാം. നമ്മൾ പുതിയൊരാളെ ഒന്നും കൂടെ, നേരത്തെ ഇപ്പോൾ ആരുമില്ലായിരുന്നു, ഒരാളെ നമ്മൾ രജിസ്റ്റർ ചെയ്യുവാണ്. സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ ആൾ സ്റ്റോർ ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട്. നമ്മളിവിടെ അപ്പോഴാണ് ഇവിടെ ഹോമിൽ ആളുടെ ഐഡിയും പേരും വന്നിട്ടുണ്ട്. ആളാണിപ്പം ലോഗിൻ ചെയ്തിട്ടുള്ളതെന്നുള്ളത്. നമുക്ക് ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ
തിരിച്ച് ലോഗിനിൽ പോയി നമുക്കിനി വേറൊരാളെ രജിസ്റ്റർ ചെയ്ത് നോക്കാം. ഫോർ ന്യൂ യൂസർ നമ്മൾ രജിസ്റ്റർ ചെയ്തു. നമുക്കിനി ലോഗിൻ ചെയ്യാം. ഇപ്പോഴെന്താ രണ്ടാമതൊരാളാണ് കയറിയേക്കുന്നത് അല്ലേ. ആളുടെ ഐ ഡിയും പാസ്വേഡും ആളുടെ ഐ ഡിയും നെയിമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം. രജിസ്റ്റർ ചെയ്യാതെ ജസ്റ്റ് ലോഗിൻ ചെയ്ത് നോക്കാം. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ആൾ ഓക്കെ ആണോ. അപ്പം നമ്മുടെ ഒരാൾ രജിസ്റ്റർ ചെയ്തു, ലോഗിൻ ചെയ്തു. ആ ആൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് അത് ആരാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് പോകുന്നു. ഇപ്പം നമ്മൾ ജസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴെന്താ ഇൻവാലിഡ് യൂസർ, അങ്ങനൊരു യൂസർ ഇല്ല എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ ജസ്റ്റ് വേറൊരു പേരും വേറൊരു പാസ്വേഡും കൊടുക്കുന്നു. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ എന്താ ഇൻവാലിഡ് യൂസർ. അപ്പം നമ്മൾ കോഡ് എന്തായിരുന്നു കൊടുത്തിരുന്നത് വ്യൂസിൽ? ഫസ്റ്റ് നമ്മൾ രജിസ്റ്ററിനകത്ത് സെഷൻ വെച്ചിട്ട് നോക്കുന്നു അങ്ങനെ ഒരാളുണ്ടോ എന്ന്. ഐ ഡി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഹോം പേജിൽ പോവുക. അങ്ങനെ ഒരാൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ ആളുടെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിച്ചിട്ട് പാസ് ചെയ്ത് പോവുക. ഇനി ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് അങ്ങനെ ഒരാൾ നമ്മൾ ടേബിളിലുണ്ടോ എന്ന് ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് അയാളുടെ സെഷനൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഹോം പേജിൽ പോകുന്നു. ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇൻവാലിഡ് യൂസർ ആണെന്നുള്ളത് കാണിക്കുന്നു. ഇൻവാലിഡ് യൂസർ ആണെന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു. ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പം നമ്മളുടെ സൈറ്റ് വാലിഡേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ രജിസ്റ്റർ പേജ് ഇവിടെ സബ്മിറ്റ് കൊടുത്താൽ ലോഗിൻ പേജിൽ പോകുന്നു. പക്ഷേ നമ്മൾ ലോഗിൻ പേജിൽ അവിടെ നമ്മൾ രജിസ്റ്റർ പേജിലൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഡയറക്റ്റ് ലോഗിൻ പേജിൽ പോയി. ഇനിയില്ല, നമുക്ക് ലോഗിൻ ആവണമെന്നുണ്ടെങ്കിൽ ആ രജിസ്റ്റർ പേജ് ചെയ്ത ആളുടെ നെയിമും പാസ്വേഡും കൊടുത്താൽ മാത്രമേ നമുക്ക് ഹോം പേജിലോട്ട് പോകാൻ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇൻവാലിഡ് യൂസറാണ്. ഇപ്പം നമ്മൾ രജിസ്റ്റർ പേജിൽ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ മൂന്നാമതൊരാളെ കാണിക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ സേവ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. നമ്മളിപ്പോൾ ലോഗ് ഔട്ട് ചെയ്തു, എന്നിട്ട് നമ്മളിപ്പോൾ ലോഗിനിൽ വന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ലോഗിൻ പേജിൽ വന്നിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പേജ് ഇപ്പോൾ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം മൂന്നാമത്തെ യൂസർ. ഓക്കെ, ഇനി നമ്മളിവിടെ സബ്മിറ്റ് കൊടുക്കുമ്പം ഇൻവാലിഡ് യൂസർ എന്ന് കാണിക്കുന്നു. കാരണം എന്താ, അങ്ങനെ ഒരാളും അവിടെ രജിസ്റ്റേർഡ് ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം പേജിലോട്ട് പോകാവൂ. അല്ലാത്ത കണ്ടീഷനിൽ എവിടെ പോകണം? ഫോർ ന്യൂ യൂസർ കൊടുത്തിട്ട് ആൾ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഹോം പേജിലോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? ഇപ്പം നമ്മളുടെ ആ ഒരു സൈറ്റ് ഓതൻറ്റിക്കേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളുടെ ഇമെയിലും പാസ്വേഡും എല്ലാം ഈക്വലാണ്. ഇപ്പോൾ ഇങ്ങനൊരു ഇമെയിൽ കൊടുക്കുമ്പോൾ ആ ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്കിപ്പോൾ പാസ്വേഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പം രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും അവിടെ പാസ്വേഡ് കൊടുക്കുന്നതും പാസ്വേഡ് കൊടുക്കുന്നതും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എറർ കാണിക്കണം. അത് രണ്ടും കൂടെ ചെയ്യുമ്പോഴേ മാത്രമേ നമ്മളുടെ ഒരു സൈറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ലോഗിൻ ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും നമ്മൾ ഡാഷ്ബോർഡിൽ പോകുന്നതും ലോഗ് ഔട്ട് ചെയ്യുന്നതും എല്ലാം. ഓക്കെ, അതിനായിട്ട് നമ്മളിപ്പം വ്യൂസ് പേജിൽ വന്നതിന് ശേഷം രജിസ്റ്ററിനകത്ത് നമ്മളിവിടെ രജിസ്റ്റേർഡിലല്ല, നമുക്ക് രജിസ്റ്റേർഡിൽ ഓക്കെ നമ്മൾ പാസ്വേഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പാസ്വേഡ് ഫീൽഡ് കൊടുക്കാം. പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഫീൽഡും കൂടെ എൻട്രി ചെയ്ത് കൊടുക്കാം.
ഇതിനകത്ത് ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സേവ് ചെയ്യാം. repassword equal to repassword. ഓക്കെ, repassword നമ്മൾ സേവ് ചെയ്ത് എടുത്തു. പിന്നെ എന്താ നമ്മളത് സേവ് ചെയ്യാനാണ് കൊടുത്തത്. സേവ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? ഇഫ് register dot objects dot filter, നമ്മൾ ഫിൽറ്റർ ചെയ്ത് നോക്കിയല്ലേ വേണ്ടത്. അങ്ങനെ ഒരു ഇമെയിലിൽ നോക്കണം, പാസ്വേഡിനെ നോക്കാം. ഫസ്റ്റ് ഇമെയിൽ നോക്കാം. അപ്പോൾ ഫിൽറ്റർ ചെയ്തെടുക്കും നമ്മൾ. അങ്ങനെ ഒരു ഇമെയിൽ ഉണ്ടോ എന്ന് നോക്കുന്നു. എക്സിറ്റ് ഉണ്ടെങ്കിൽ, അങ്ങനൊരു ഇമെയിൽ ഉണ്ടെങ്കിൽ, നമ്മളിപ്പം അതിനകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുകയാണ്, ഇമെയിലും പാസ്വേഡും എല്ലാം കൊടുക്കുമ്പം അങ്ങനെ ഒരു ഇമെയിൽ ഉണ്ടെങ്കിൽ എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? റിട്ടേൺ ഒരു HTTP റെസ്പോൺസ് നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ ചെയ്തെടുക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്കൊരു റെസ്പോൺസ് എടുക്കാം. എന്നിട്ട് നമുക്കൊരു അലേർട്ട് കൊടുക്കാം. റെസ്പോൺസ് ഇമെയിൽ ഓൾറെഡി ഓൾറെഡി അത് ഉണ്ട്. ഇല്ലാത്ത കണ്ടീഷനിൽ, അങ്ങനൊരു ഇമെയിൽ ഇല്ല എന്നുള്ള കണ്ടീഷൻ എന്താണ്? പാസ് ചെയ്ത് പോവുക. ഇനി നമുക്ക് പാസ്വേഡിൻ്റെ നോക്കണം അല്ലേ. ഇഫ് പാസ്വേഡ് ഈക്വൽ ടു റീപാസ്വേഡ്, രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്ത് നമ്മുടെ ലോഗിൻ പേജിലോട്ട് പോകണം. എൽസ് ആണെന്നുണ്ടെങ്കിലോ റിട്ടേൺ HTTP റെസ്പോൺസ് എന്താണ്? പാസ്വേഡ് ഇൻകറക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഉള്ള ആളുടെ നമുക്ക് നോക്കാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പോൾ 2 പേരുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തേത് കൊടുത്തു നോക്കാം. വേറൊരു പേര് കൊടുത്തു നോക്കാം. അപ്പം നമ്മൾ PCന്ന് കൊടുക്കുന്നു. എന്നിട്ട് നേരത്തെ ഉള്ള ഒരു ഇമെയിൽ കൊടുക്കുന്നു. പാസ്വേഡ് ഇപ്പോൾ തൽക്കാലത്തേക്ക് സെയിം കൊടുക്കുന്നു. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എറർ വന്നിരിക്കുന്നു. എന്താ നോക്കാം. മോഡൽസിലും റീപാസ്വേഡ് ഉണ്ട്, വ്യൂസിലുണ്ട്, പോലെ രജിസ്റ്റർ പേജിലും ഉണ്ട്. WSG error, repassword request dot post. പോസ്റ്റ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആയിരുന്നു കൊടുക്കേണ്ടത്. ഓക്കെ, ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ്, നമുക്ക് ഓൾറെഡി ഉള്ള ഇമെയിലായിരുന്നു നമ്മൾ കൊടുത്തത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പാസ്വേഡ് ഇൻകറക്റ്റ് ആയിട്ട് ഉള്ളത് കൊടുത്തു നോക്കാം. പാസ്വേഡ് ഇൻകറക്റ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ പാസ്വേഡ് രണ്ടായിരുന്നു കൊടുത്തത്, അതുകൊണ്ട് പാസ്വേഡ് ഇൻകറക്റ്റ് എന്ന് വന്നു. ഇപ്പം നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഒരു ഇമെയിലാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിലോ ഓൾറെഡി ഇമെയിൽ എന്നും കാണിക്കും. ഓക്കെ, ഇപ്പം നമ്മളുടെ ഫോം ഏകദേശം വാലിഡേറ്റ് ആയിട്ടുണ്ട്.
നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ പാസ്വേഡ് ചെക്ക് ചെയ്യും, ഇമെയിൽ ചെക്ക് ചെയ്യും. രജിസ്റ്റർ ചെയ്ത ആൾ മാത്രമേ ലോഗിൻ ചെയ്യുള്ളൂ, അല്ലാത്ത കണ്ടീഷനിൽ ഇൻവാലിഡ് യൂസർ എന്നും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹോം പേജിൽ പോയിട്ട് ആ ഒരാൾ ലോഗൗട്ട് ആകുമ്പോഴത്തേക്ക് ആളുടെ ഐഡിയും ID നെയിമും എല്ലാം ഡിലീറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു HTTP റെസ്പോൺസാണ് നമ്മൾ ഇമെയിൽ ഓൾറെഡി എക്സിറ്റിന് കൊടുത്തിരിക്കുന്നത് അല്ലേ. നമുക്കതൊരു മെസ്സേജായിട്ട്, ഒരു അലേർട്ട് മെസ്സേജായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടത് ഫ്രം Django Django.contrib import മെസ്സേജസ് എന്നും പറഞ്ഞ് ഇൻബിൽട്ട് ആയിട്ട് ജാങ്കോയ്ക്കുള്ള ഒരു ഫ്രെയിം വർക്കാണ്. അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇവിടെ കൊടുക്കാം. HTTP റെസ്പോൺസിന് പകരം എന്ത് കൊടുക്കാം? മെസ്സേജസ് ഡോട്ട് വാണിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാം. വാണിംഗ് എന്താണ്? റിക്വസ്റ്റ് ഇമെയിൽ ഓൾറെഡി എക്സിറ്റ് ആണ്. ഓക്കെ, എന്നിട്ട് എന്തു വേണം? നമുക്ക് റിട്ടേൺ ചെയ്യണം. ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ റീഡയറക്റ്റ് ടു നമ്മളുടെ രജിസ്റ്റർ പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ ഒരു ഇപ്പം നമ്മൾ വ്യൂസിൽ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. നമ്മൾ ഇനി HTML പേജിൽ പറഞ്ഞു കൊടുത്താലല്ലേ നമുക്കവിടെ കാണത്തുള്ളൂ. അപ്പം നമ്മളത് HTML പേജിലും പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റിലാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റിൽ നമുക്ക് ആ മെസ്സേജസ് ലോഡ് ചെയ്തെടുക്കാം. ഇഫ് മെസ്സേജസ് എൻഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ എഴുതാനുണ്ട്? നമുക്കൊരു ഫോർ ലൂപ്പ് എഴുതാനുണ്ട്. അങ്ങനൊരു മെസ്സേജ് ഉണ്ടെങ്കിൽ എന്താണ്? നമുക്ക് ഫോർ ലൂപ്പിൽ മെസ്സേജ് വേണം. നമുക്ക് ആ മെസ്സേജ് നമ്മൾ റീഡ് ചെയ്തെടുക്കുവാണ്. നമ്മൾ വ്യൂസിൽ മെസ്സേജസ് എന്നല്ലേ കൊടുത്തത്? മെസ്സേജസ്. ഓക്കെ, എൻഡ് ചെയ്തു. അടുത്ത എന്താ? നമുക്ക് സ്ക്രിപ്റ്റ് ടാഗിൽ പറഞ്ഞു കൊടുക്കുവാണ്. ജാവാസ്ക്രിപ്റ്റിൽ അലേർട്ട് പറഞ്ഞു കൊടുക്കുക. അലേർട്ട് എന്താണ് വേണ്ടത്? നമുക്ക് മെസ്സേജ് എന്താണോ നമ്മൾ കൊടുത്തത് അത് വേണം. സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓൾറെഡി ഉള്ള ഇമെയിലാണോ നോക്കാം. ഓൾറെഡി ഇമെയിൽ എക്സിസ്റ്റ്. അങ്ങനെ നമുക്കൊരു അലേർട്ട് മെസ്സേജ് വന്നു. ഓക്കെ, അതൊക്കെ കൊടുക്കുമ്പോൾ റിട്ടേൺ ചെയ്ത് രജിസ്റ്റർ പേജിൽ പോകുന്നു. ഇതേപോലെ തന്നെ നമുക്ക് പാസ്വേഡിലും കൊടുക്കാൻ പറ്റും. ജസ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ എന്താ പറയുന്നത്? പാസ്വേഡ് ഇൻകറക്റ്റ് ആണെന്നുള്ള. ഓക്കെ, പാസ്വേഡ് ഇൻകറക്റ്റ് ആണെന്ന് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ABC
അപ്പോൾ അതിന് നമ്മൾ കറക്റ്റായിരുന്നു കൊടുത്തത്. സോറി, ഇൻകറക്റ്റായിട്ട് ഒരെണ്ണം കൊടുത്തു നോക്കാം. പാസ്വേഡ് ഇൻകറക്റ്റ്. ഓക്കെ, ഇതേപോലെയാണ് നമ്മൾ അലേർട്ട് മെസ്സേജസും പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ എന്തൊക്കെയായിരുന്നു ഇതിനകത്ത് നോക്കിയത്? നമ്മളൊരു നോർമൽ ഒരു ഫോമിൽ ലോഗിനും രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യുന്നത്, ലോഗിൻ അല്ലാത്ത ഒരാൾ ഹോം പേജിലോട്ട് പോവില്ല, അയാളുടെ പാസ്വേഡ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പോവില്ല, ഇമെയിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ പോകില്ല. പിന്നെ നമ്മൾ അലേർട്ട് മെസ്സേജ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ നമ്മളൊരു യൂസറിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്തു, സെഷൻ യൂസ് ചെയ്ത് ഓതൻറ്റിക്കേറ്റ് ചെയ്താണ് നമ്മളിപ്പം നോക്കിയത്. ഓക്കെ.